കമ്മീഷൻ മുമ്പാകെ ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് സരിത. ഞാൻ എൻ്റെ കൈവശം സൂക്ഷിച്ച് വെച്ചിരിക്കുകയല്ല, കാര്യം അത് എനിക്ക് സെക്യൂരിറ്റി വേണം. അപ്പോൾ ഞാൻ അതിൻ്റേതായ രീതിയിൽ അത് സബ്മിറ്റ് ചെയ്യും. പിന്നെ നാളെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അതായത് എനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പല ഇലിസിറ്ററൽ അലിഗേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ സത്യമേത് കള്ളമേതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് സീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റർടൈൻ ചെയ്യില്ല. അത് എൻ്റെ അടുത്ത് നിന്ന് കമ്മീഷൻ്റെ അഭിഭാഷകൻ ക്രോസ് ചെയ്തത് ടെലിഫോൺ കോൾസിനെ പറ്റിയിട്ടാണ്. കോൾ ലിസ്റ്റ് വന്നിട്ട് മാർക്ക് ചെയ്യായിരുന്നു ഇന്ന് ചെയ്തത്. അന്ന് ആഭ്യന്തരമന്ത്രിയല്ല, അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ നേരിട്ട് വിളിച്ചത് ഡൽഹിയിലെ ഒരു MOSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ PA ആയിരുന്നു. പ്രദോഷിൻ്റെ നമ്പർ തരികയും പിന്നെ പ്രദോഷുമായിട്ടാണ് അത് ഡീൽ ചെയ്തത്. നമ്മളുടെ ടീം സോളാർ കമ്പനിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കമ്പനിയുടെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അപ്പം ഡൽഹിയിലുള്ള കാര്യങ്ങൾക്ക് ഇദ്ദേഹവുമായിട്ടാണ് ഞാൻ ചോദിച്ചത്, അപ്പോയിൻമെൻറ്റ് ചോദിച്ചത്. പ്രദോഷാണ് എനിക്ക് വേണ്ട ഹെൽപ്പ് അക്കാര്യത്തിൽ ചെയ്തു തന്നത്. അതിലിപ്പം 100 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ 15 പ്രാവശ്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പം അതൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഇത് ഞാൻ കൊടുത്ത തെളിവുകളോ ഒന്നുമല്ല. അത് കമ്മീഷൻ കളക്ട് ചെയ്ത തെളിവുകളാണ് എന്നോട് ചോദിച്ചത്, അല്ലാതെ ഞാൻ കൊടുത്ത തെളിവുകളല്ല. കമ്മീഷൻ്റെ ഭാഗത്ത് വന്ന തെളിവുകൾ വെച്ച് കമ്മീഷൻ എന്നോട് എൻക്വയറി ചെയ്ത കാര്യത്തിനാണ് ഞാൻ ഇന്ന് ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അത് എൻ്റെ കോൾ ലിസ്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ് ചെയ്ത്. ചിലപ്പം അതിനെ ബേസ് ചെയ്ത് മറ്റു ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരിക്കും. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ മറ്റുള്ള ഗൺമാന്മാരുടെ ഫോൺ കോളിലേക്ക് വിളിക്കുന്നത് അവോയ്ഡ് ചെയ്തിട്ട് ലാൻഡ് ലൈനിലേക്കാണ് കൂടുതലും വിളിച്ചിരുന്നത്. സലിമോ അല്ലെങ്കിൽ മറ്റുള്ള ഓഫീഷ്യൽസോ കണക്ട് ചെയ്ത് വിളിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം 66 തുടങ്ങുന്ന മറ്റൊരു പേഴ്സണൽ നമ്പർ ക്ലിഫ് ഹൗസിലുണ്ട്. 2-3 പ്രാവശ്യം കണക്ട് ചെയ്ത് വിളിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഇപ്പം CM ഒരിക്കലും തന്നെ ഒരാളെ ഡയറക്റ്റായിട്ട് നമ്പർ കണക്ട് ചെയ്ത് വിളിക്കാറില്ല. ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ വഴി കണക്ട് ചെയ്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെ, ഒരുപാട് കള്ളം പറയുമ്പം ഒരു കള്ളത്തിൻ്റെ മണ്ടയ്ക്ക് 100 കള്ളങ്ങൾ പറയേണ്ടി വരും. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇമോഷണൽ ഇതാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ചാട്ടമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഞാനത് ഒരു മുഖവിലയ്ക്ക് പോലും എടുത്തിട്ടില്ല. എൻ്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സത്യം ജയിക്കട്ടെ എന്നുള്ളതാണ്. അത് ഏത് എക്സ്റ്റെൻറ്റ് വരെ വേണമെങ്കിലും പോട്ടെ. സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, എന്നുവെച്ചാൽ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ കമ്മീഷനിൽ അതിന് ആൻസർ പറഞ്ഞിരുന്നു. അബ്ദുള്ളക്കുട്ടി സാറിനെ കണ്ടത് സോളാർ പവറുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്ട് സബ്മിഷനുമായിട്ടാണ്. ആരാണ്? ടി സിദ്ദിഖിന് വേറൊരു പേഴ്സണൽ മാറ്ററാണ്. ടി സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി ഇല്ല, അതിൽ വിഷ്ണുനാഥ് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ടി സിദ്ദിഖുമായിട്ട് ഞാൻ സംസാരിച്ചത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതും തികച്ചും എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള വിഷയവുമായി ലിങ്ക് ചെയ്ത് മാത്രമാണ്. ഇല്ല. ഏത് വിഷ്ണുനാഥ് സംസാരിച്ചിട്ടുണ്ടാവും, ടി സിദ്ദിഖ് സംസാരിച്ചിട്ടില്ല. അത് ഇപ്പൊ പറയേണ്ട കാര്യമില്ല, അത് കമ്മീഷനിൽ പറയേണ്ട വിഷയം. പോലീസ് അസോസിയേഷനിൽ, അതായത് പോലീസ് അസോസിയേഷൻ, അതെ, അവർക്ക് കൊല്ലത്തൊരു വാർഷിക യോഗം എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ അവിടെ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അജിത്തിനെ നേരത്തെ അറിയാം, CMൻ്റെ ഓഫീസിൽ പോയി SRനെ എനിക്ക് നേരിട്ടറിയാം. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ മണ്ടയ്ക്കാണ് എൻ്റെ അടുത്തും ചോദിച്ചത്. അത് ഞാൻ കൊടുക്കുകയുണ്ട്.